ആം ആദ്മി പാർട്ടി ഒരു സ്പോയിലറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഹരിയാനയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആം ആദ്മി പാർട്ടി സ്പോയിലർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപഭാരം അരവിന്ദ് കെജ്രിവാളിനായിരിക്കുമോ, അതല്ല ആ സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് തീരുമാനം ഹൂഡയ്ക്കുണ്ടായിരുന്നു. അതെ, ഹൂഡ അങ്ങനെയാണെങ്കിൽ ഹൂഡയുടെ സ്മിതം ഹൂഡയ്ക്ക് ഒരു വിനാശമായി മാറും. കുമാരി സെൽജയ് അവസരം മുതലെടുക്കും. തീർച്ചയായും ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ കാണുന്ന ബി.ജെ.പിയുടെ നമ്പർ 43 അവർ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് താഴേക്ക് പോകുന്നു. കോൺഗ്രസ് ഇഞ്ചോടിഞ്ച് വീണ്ടും തിരിച്ചു കയറി വരാനുള്ള ശ്രമമാണ്. ഞാൻ നേരത്തെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു ഗുസ്തി മത്സരത്തിൽ അവസാനം മലർത്തിയടിച്ചിട്ടും തിരിച്ചു വരാൻ വേണ്ടി ഒരു കായിക താരം എങ്ങനെയാണോ ശ്രമിക്കുന്നത് അതേപോലെയുള്ള പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 19 നിന്ന് അവിശ്വസനീയമായ വിധത്തിൽ കുതിച്ചു കയറിയ 25 മിനിറ്റിലെ ബി.ജെ.പിയുടെ പ്രകടനം, ആ ബി.ജെ.പിയുടെ പ്രകടനം തെല്ലൊന്ന് ശമിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഇതാ സാവധാനം, വളരെ സാവധാനം, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇഴഞ്ഞിഴഞ്ഞ് വീണ്ടും ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ അവരുടെ ലീഡ് നില 3 അക്കത്തിലേക്ക് ഉയർത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. 3 അക്കത്തിൽ നിന്ന് 4 അക്കത്തിലേക്ക് ഉയർത്തുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളുടെ ലീഡ് നില. 1564 വോട്ട്, 1301 വോട്ട്, 1821 വോട്ട് എന്നിങ്ങനെയാണ് ലീഡ് നിലയുടെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ, പിന്നിൽ നിന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ 4 അക്കത്തിന്റെ മുന്നേറ്റം നടത്തുന്നു എന്നുള്ളതാണ്. അതായത് അവർ കൺസോൾഡേറ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഈ 44-41 എന്ന് വന്നിരിക്കുന്നത്. 44 സീറ്റുകളിൽ ബി.ജെ.പി മുന്നേറുമ്പോൾ 41 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് മുന്നേറാൻ കഴിഞ്ഞത്. വലിയൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു വടക്കൻ കോൺഗ്രസ് വീരഗാഥ എന്ന് എഴുതിയെടുത്ത് നിന്ന് ഒരു വടക്കൻ ബി.ജെ.പി വീരഗാഥ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഏറെ കൗതുകകരമായ കാര്യം, കെ.സി. വേണുഗോപാൽ ചണ്ഡീഗഡിലേക്ക് യാത്ര പുറപ്പെടുമ്പോൾ ബി.ജെ.പിക്ക് 19 സീറ്റായിരുന്നു. പക്ഷേ ചണ്ഡീഗഡിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ച് നോക്കുമ്പോഴേക്കും അത് 44 മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഒടുവിൽ ഇപ്പോൾ ചണ്ഡീഗഡിലേക്കുള്ള യാത്ര കെ.സി. വേണുഗോപാൽ മാറ്റിവെച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ മ്ലാനത പടരുന്നു. ആഘോഷങ്ങളും പടക്കവും പൊട്ടിച്ചാഘോഷിച്ചിരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ മ്ലാനത പടരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഗൂഢസ്മിതം അവസാനിച്ചിരിക്കുന്നു, എല്ലാ മന്ദസ്മൃതികളും അവസാനിച്ചിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയിൽ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 44 ഇടങ്ങളിലാണ് ബി.ജെ.പി, 41 ഇടങ്ങളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നു. 44 ഇടങ്ങളിൽ കേവല ഭൂരിപക്ഷത്തിന് കേവലം 2 സീറ്റിന്റെ അകലം മാത്രം. INLയുടെ 2 സീറ്റും അതേഴ്സിന്റെ 3 സീറ്റും കൂടെ കൂട്ടിയാൽ ബി.ജെ.പിക്ക് നിഷ്പ്രയാസം അധികാരം പിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഓർമ്മിക്കണം. മാത്രവുമല്ല, നിലവിൽ 2019 മനോഹർ ലാൽ ഖട്ടർ നേടിയ 40 സീറ്റുകൾ എന്ന സീറ്റിനേക്കാൾ മുൻപിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ സീറ്റ് നില എന്നതും ശ്രദ്ധേയമാണ്. 2019 നില മെച്ചപ്പെടുത്തുന്നു, 40 നിന്ന് 44 നില മെച്ചപ്പെടുത്തുന്നു. എന്നാൽ ഇപ്പോൾ നയം സിംഗ് സൈനി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് 41 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വലിയ പ്രതീക്ഷയുമായി വന്ന ഭൂപേന്ദ്ര വീണ്ടും കോൺഗ്രസ്, അയ്യോ ബി.ജെ.പി 47, കോൺഗ്രസ് 37. കേവല ഭൂരിപക്ഷത്തിന്റെ സീറ്റുകൾ കടന്നിരിക്കുന്നു. 46 സീറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് 47 സീറ്റിലേക്ക് ബി.ജെ.പി വന്നു. 37 വ്യക്തമായി പറയാൻ കഴിയില്ല. ഇനിയും എത്ര അറിയില്ല. പക്ഷേ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ്. അഡ്വാൻറ്റേജ് ബി.ജെ.പി ആണ് മാത്രമല്ല, ബി.ജെ.പിയുടെ വോട്ടിലെ ലീഡ് നില കൂടുതൽ കൺസോൾഡേറ്റ് ചെയ്ത് വരുന്നു എന്ന് നമുക്ക് കാണാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 400, 450, 500 വോട്ടുകളുടെ ലീഡ് നിലയായിരുന്നുവെങ്കിൽ അതിപ്പോൾ 1000-ഉം 1200-ഉം 1500-ഉമായി ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. ആ അർത്ഥത്തിൽ ബി.ജെ.പി കുറച്ചുകൂടി കൺസോൾഡേറ്റ് ചെയ്യുന്നു. 46 എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷ സംഖ്യയേക്കാൾ ഒരു സംഖ്യ കൂടുന്നു. അത്ഭുതകരമായ വിജയം. 2019 40 സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയ ബി.ജെ.പി 10 വർഷത്തെ ഈ ആന്റി ഇൻകംബൻസി മുഴുവൻ തലയിൽ വെച്ച് നേരിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ടാലി ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ കർഷകരോഷ എവിടെ പോയി, യുവാക്കളുടെ പ്രതിഷേധം എവിടെ പോയി, പ്രതിഷേധം എവിടെ പോയി, ഈ പറയുന്ന താങ്ങുവില പ്രഖ്യാപനത്തിനെതിരായിട്ട് താങ്ങുവില കിട്ടാത്തതിനെതിരായിട്ട് കർഷകർ നടത്തിയ സമരം ഹരിയാന ഡൽഹി ബോർഡറിലായിരുന്നു ആ സമരം നടന്നത്. അവിടെ വെച്ച് ആ മാർച്ച് തടഞ്ഞ് ബാരക്കേഡ് കെട്ടി കർഷകർക്കെതിരായിട്ട് ലാത്തി ചാർജ് നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് വലിയ പ്രക്ഷോഭമുണ്ടായ സ്ഥലമാണ്, സംസ്ഥാനമാണ് ഹരിയാന. ആ കാർഷിക സമരങ്ങളെല്ലാം മറന്നുകൊണ്ട്, ആ പ്രക്ഷോഭങ്ങളെല്ലാം മറന്നുകൊണ്ട്, അഗ്നിവീർ അടക്കം മറന്നുകൊണ്ട് ഇപ്പോൾ ബി.ജെ.പി നോക്കൂ ചെറുതല്ല. ബി.ജെ.പിക്ക് അഡ്വാൻറ്റേജ്. ഹരിയാനയിൽ എല്ലാ കോൺഗ്രസ് സ്വപ്നങ്ങളും തകർന്നു വീണതല്ലോ കിടക്കുന്നു. ഹരിയാനയുടെ ഗോതമണ്ണിൽ കോൺഗ്രസ് 37 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു. ബി.ജെ.പി 47 സീറ്റുകളിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. നയം സിംഗ് സൈനി